ശ്ലീഹാക്കാലം 4-ാം ഞായർ യോഹന്നാൻ 6:60 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ. മാംസമായ വചനമാണ് ഈശോ. ആ വചനത്തിന് ഭോജനമാകാനും സാധിക്കുമെന്ന് അവിടുന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. വചനമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദു. കർത്താവ് പറഞ്ഞ വാക്കുകൾ കഠിനമാണെന്നാണ് അവിടുത്തെ ശ്രവിച്ച പലരും പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞത് തൻ്റെ തന്നെ ശരീരം അപ്പമായി അവർക്ക് നൽകുമെന്നാണ്. കല്ല് അപ്പമാക്കുവാനുള്ള പ്രലോഭനത്തെ ഒരു നാൾ അവിടുന്ന് അംഗീകരിച്ചതല്ല. കല്ല് കഠിനമാണ്, എന്നാൽ ശരീരത്തിന് അപ്പമാകാമെന്ന് അവിടുന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് ആ വാക്കുകൾ അവിടുത്തെ ശ്രോതാക്കൾക്ക് കഠിനമായി തീരുകയാണ്. വാക്കുകൾക്ക് ഭോജനമാകാൻ സാധിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്. ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് ആത്മാവില്ലാത്ത ശരീരത്തെക്കുറിച്ചല്ല പറയുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവിൽ ജീവൻ്റെ സ്പന്ദനം അനുഭവിക്കുന്നവർക്കേ കർത്താവിൻ്റെ വാക്കുകൾ ഗ്രാഹ്യമാവുകയുള്ളൂ. കർത്താവിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്തിന് ആത്മാവിൻ്റെ പോഷണമാകാൻ സാധിക്കും. ആത്യന്തികമായി വിശപ്പും ദാഹവും അനുഭവിക്കുന്നത് ആത്മാവിലാണ്. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ പാപിനിയായ സ്ത്രീ കർത്താവിനോട് ചോദിച്ചത് ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലത്തെയാണ്. പൂർണ്ണമായി ദാഹം ശമിപ്പിക്കുന്ന ജീവജലത്തെക്കുറിച്ച്, ജീവൻ്റെ ഉറവുചാലുകളെക്കുറിച്ച്. കർത്താവിൽ നിന്നും സ്വീകരിക്കുന്ന ജീവജലം നമ്മിൽ ഉറവുചാലാകുന്നു. ഈ ചിന്തയും ഇവിടെ പ്രസക്തമാണ്, അനുയോജ്യമാണ്. ഹൃദയത്തിലാണ് നമ്മൾ വിശപ്പും ദാഹവും അനുഭവിക്കുന്നത്. ഹൃദയം ആന്തരികതയുടെ പ്രതീകമാണ്. അതാണ് ആത്മാവിൻ്റെ വാസസ്ഥലവും. കർത്താവിൻ്റെ വാക്കുകളെ ഹൃദയം കൊണ്ടാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാർ അവിടുത്തെ വാക്കുകൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. അതാണ് അവർ വെളിപ്പെടുത്തിയത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ടല്ലോ. ശിഷ്യന്മാർ എല്ലാവരുടെയും പ്രതിനിധിയായി പത്രോസ് പറഞ്ഞ ഈ വാക്കുകൾ എല്ലാം അറിഞ്ഞിട്ടല്ല, ഹൃദയത്തിൻ്റെ വിശ്വാസം പറഞ്ഞിട്ടാണ്. വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഹൃദയത്തിൻ്റെ വാക്കുകൾ. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ആവശ്യപ്പെടുന്ന വിശ്വാസം ഹൃദയത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാന ഭാവവുമാണ്. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസ്താവ്യവും പ്രസക്തവുമാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച വെളിപാടിൽ നിന്നുമാണ് അദ്ദേഹം തൻ്റെ സ്നേഹസങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ ഉരുവിട്ടത്. ആത്മാവ്, ജീവൻ എന്നീ വാക്കുകൾ കർത്താവ് ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ്റെ ആന്തരികതയെയാണ് അവിടുന്ന് വിവക്ഷിക്കുന്നത്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അവിടെയാണ് വചനമായ അവിടുന്നും വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും വസിക്കുവിനെന്നാണ് അവിടുന്ന് വിശ്വാസികളോട് ഉപദേശിച്ചത്. പരസ്പരം ഉള്ളിൽ വസിക്കുക എന്നത് അരൂപിയായ ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശരീരത്തിൻ്റെ അവസ്ഥയിൽ അത് സാധിക്കുകയില്ല. കാരണം അതിന് വ്യാപ്തിയുണ്ട്, അതിൻ്റേതായ ഇടം ആവശ്യമുണ്ട്. ആത്മാവിന് അതിൻ്റെ ആവശ്യമില്ല. സോൾ ഹാസ് നോ എക്സ്റ്റൻഷൻ, ഫോർ ഇറ്റ് ഈസ് സ്പിരിച്വൽ. ഇറ്റ് ക്യാൻ ബി എനിവെയർ ആൻഡ് എവരിവെയർ. ഭക്ഷണം ഉള്ളിലാക്കാനുള്ളതാണ്. അതുവഴിയാണ് ജീവൻ നിലനിർത്തപ്പെടുന്നതും പോഷിപ്പിക്കപ്പെടുന്നതും. ഈ അർത്ഥത്തിലാണ് കർത്താവ് താൻ ജീവൻ്റെ അപ്പമാണ് എന്ന് പറഞ്ഞത്. ശരീരവും രക്തവും എന്ന പേരുകളാൽ തൻ്റെ തന്നെ ആത്മീയ അസ്തിത്വത്തെയും അവസ്ഥയെയുമാണ് അവിടുന്ന് വ്യക്തമാക്കിയത്. താൻ തന്നെയായിരിക്കും ജീവൻ്റെ പോഷണം എന്ന് പറയുമ്പോൾ എങ്ങനെ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരുടെ ഉള്ളിലായിരുന്നു കൊണ്ട് സ്നേഹത്തിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വചനത്തിലൂടെ അവർക്ക് പോഷണമായി തീരാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന്. ഇന്നത്തെ സുവിശേഷം അങ്ങനെ ജീവൻ്റെ അപ്പമായി തീരുന്ന അവിടുത്തെ സ്വയം സമർപ്പിക്കലിൻ്റെ വിശദീകരണമാകുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രഥമവും പ്രധാനവുമായ ഉൾക്കാഴ്ച. രണ്ടാമതായി, വചനമെന്ന രഹസ്യത്തിൻ്റെ പ്രതീകാത്മകമായ വെളിപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത്. വചനം നിക്ഷേപിക്കപ്പെടുന്നത് ഉള്ളിലാണ്, ഹൃദയത്തിലാണ്, വിത്തായി, വിഭവമായി, പോഷണമായി. മൂന്നാമതായി, ആത്മസമർപ്പണത്തിലൂടെ വെളിവാകുന്ന സ്നേഹത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വചനം മാംസം ധരിച്ചത് സ്നേഹമായിട്ടാണ്. സ്നേഹമാണ് എപ്പോഴും ആത്മീയ പോഷണമായി തീരുന്നത്. ഈ സ്നേഹത്തെയാണ് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമായി അവിടുന്ന് പങ്കുവയ്ക്കുന്നത്.
നാലാമതായി, ഈ സ്നേഹത്തിലേക്ക് ഒരുവനെ വഴി നടത്തുന്നത് വിശ്വാസമെന്ന ഇറങ്ങിച്ചെല്ലലിലൂടെയാണ്. വിശ്വാസം എന്നത് സ്നേഹത്തിൻ്റെ ചലനാത്മകത അല്ലെങ്കിൽ ഡൈനാമിസം തന്നെയാണ്. സ്നേഹിക്കുന്നവന് മാത്രമേ വിശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്നേഹവും വിശ്വാസവും സ്നേഹിക്കുന്നവരിലേക്ക് നയിക്കുന്ന ആകർഷണമാണ് അട്രാക്ഷൻ. അഞ്ചാമതായി, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് തൻ്റെ ഹൃദയം തുറക്കുകയാണ്. അവിടുത്തെ തിരുഹൃദയത്തിരുന്നാൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ അവിടുത്തെ ഹൃദയരഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞ് അനുഭവിക്കുകയാണ്. അവസാനമായി, ഇന്നത്തെ സുവിശേഷം നമ്മുടെ തന്നെ ജീവിത രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് പരസ്പരം ഭക്ഷണവും പോഷണവുമായി തീരുവാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന വാക്കുകളായിരിക്കണം ഉൾക്കൊള്ളാവുന്ന ഭക്ഷണം പോലെ, ജീവൻ്റെ അപ്പം പോലെ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ആയിത്തീരേണ്ടത്. നമുക്ക് പരസ്പരം ഉള്ളിലായിരിക്കുവാൻ സാധിക്കും. പരസ്പരം നമ്മൾ കർത്താവിൻ്റെ മാതൃകയിൽ ജീവിതം പങ്കുവയ്ക്കുന്നുണ്ടോ? പരസ്പരം ഭക്ഷണമായി തീരാറുണ്ടോ? പരസ്പരം ജീവൻ്റെ പോഷണമായി തീരുന്നുണ്ടോ? എന്നീ ആത്മശോധനയുടെ ചോദ്യങ്ങളോടുകൂടെ ഈ സുവിശേഷ വിചിന്തനം ഇവിടെ പൂർത്തിയാക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ. വചനവിരുന്നിൽ പങ്കുചേരുവാനുള്ള ക്ഷണത്തോടുകൂടി ആശംസിക്കുന്നു.